നമസ്കാരം. വിഴിഞ്ഞം തുറമുഖം അദാനി അടിമുടി തട്ടിപ്പ്. MSCക്ക് വിൽക്കാൻ കഴിയില്ല, അദാനി പിന്മാറുന്നു. തൂത്തുക്കുടിയിൽ പൂർണ്ണാധികാരമുള്ള ഒരു കമ്പനി വിഴിഞ്ഞത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഓഹരികൾ കൈക്കലാക്കുന്നത് എങ്ങനെ? അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനോ സഹോദര സ്ഥാപനങ്ങൾക്കോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു തുറമുഖത്തിലും 25% ഓഹരി പങ്കാളിത്തം പാടില്ലെന്ന് പറയുമ്പോൾ അത് കരാർ ലംഘനമല്ലേ? അങ്ങനെയെങ്കിൽ MSCക്ക് വിഴിഞ്ഞം ഓഹരി വാങ്ങാൻ കഴിയുമോ? അപ്പോൾ അദാനിക്ക് ഈ അടിമുടി തട്ടിപ്പിൽ നിന്നും പിന്മാറിയേ പറ്റൂ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയിൽ അദാനി ഗ്രൂപ്പിന്റെ 49% ഓഹരികൾ കൈമാറാനുള്ള നീക്കം സംസ്ഥാന സർക്കാരുമായുള്ള കൺസെഷൻ കരാറിന്റെ ഗുരുതരമായിട്ടുള്ള ലംഘനമാണെന്ന് വ്യക്തമാക്കുന്നു. ഇപ്പോൾ കൂടുതൽ തെളിവുകൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്നിരിക്കുന്നു. കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനോ സഹോദര സ്ഥാപനങ്ങൾക്കോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു തുറമുഖത്തിലും 25% ഓഹരി പങ്കാളിത്തം പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. സമീപ തുറമുഖങ്ങളിൽ 25% വരുന്ന ഉടമസ്ഥാവകാശമുള്ള കമ്പനികൾക്ക് വിഴിഞ്ഞത്ത് ഓഹരി വാങ്ങാൻ നിയമപരമായിട്ട് അവകാശമില്ല എന്നിരിക്കെ പുതിയ അവിശുദ്ധ നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അദാനി ഗ്രൂപ്പുമായിട്ട് ഓഹരി വാങ്ങാൻ ഉടമ്പടി ഒപ്പിട്ടിരിക്കുന്ന ലോകത്തെ പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അതായത് MSC ആണ്. വിഴിഞ്ഞത്ത് നിന്നും വെറും 187 കിലോമീറ്റർ മാത്രം അകലെയുള്ള തൂത്തുക്കുടി തുറമുഖത്തിൽ ഒരു ടെർമിനലിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഈ MSCക്കാണ്. 2022 ആഫ്രിക്ക ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയെ MSC ഏറ്റെടുത്തതോടെയാണ് തൂത്തുക്കുടിയിലെ ഈ പങ്കാളിത്തം അവർക്ക് സ്വന്തമാക്കാനായത്. ഇത് വിഴിഞ്ഞം കരാറിലെ 5.9 ആ വ്യവസ്ഥയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണെന്ന് രേഖകൾ തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ തുറമുഖ കരാറിലെ ഈ സുപ്രധാന വ്യവസ്ഥ നിലനിൽക്കെ MSCക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സ്വന്തമാക്കുവാൻ എങ്ങനെ യാതൊരു വിധത്തിലുള്ള നിയമസാധുതയും ഇല്ല എന്നതാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. മത്സര ബുദ്ധിയോടെയുള്ള തുറമുഖ വികസനത്തെയും കുത്തകവൽക്കരണത്തെയും തടയാൻ കരാറിൽ ഉൾപ്പെടുത്തിയ ഈ പ്രത്യേക പ്രതിരോധ വ്യവസ്ഥയാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിനും ഒപ്പം തന്നെ MSCക്കും വിനയാകുന്നത് എന്നുള്ളതിന്റെ സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പൊ ഇതിനു പുറമെയാണ് ഓഹരി കൈമാറ്റ കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപായിട്ട് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്ന വ്യവസ്ഥയും ഉള്ളത്. അപ്പോൾ സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കുകയോ അനുവാദം വാങ്ങുകയോ ചെയ്യാതെ ഇത്തരമൊരു കരാറിലേക്ക് നീങ്ങിയാൽ വിഴിഞ്ഞം പദ്ധതിയുടെ ആകെ സുതാര്യതയെയും നിയമസാധ്യതയെയും ഇത് ബാധിക്കുന്ന ഒരു കൺസെഷൻ കരാറിലെ 5.3 വ്യവസ്ഥയുടെ ലംഘനമായിട്ട് മാറും എന്നുള്ളതാണ്. നിലവിൽ വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും നിയമപരമായിട്ടുള്ള വശങ്ങളും ഒക്കെ പഠിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള എംപവർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉന്നതാധികാര സമിതിയുടെ കണ്ടെത്തലുകളും തീരുമാനങ്ങളുമായിരിക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവിയിലും അദാനി ഗ്രൂപ്പിന്റെ നീക്കം അല്ലെങ്കിൽ ഓഹരി നീക്കങ്ങളിലുമൊക്കെ നിർണായകമായിട്ട് മാറാൻ പോകുന്നത് എന്നതാണ്. ചീഫ് സെക്രട്ടറി നയിക്കുന്ന ഈ കമ്മിറ്റിയിൽ സംസ്ഥാന ധനകാര്യ സെക്രട്ടറി, തുറമുഖ വകുപ്പ് സെക്രട്ടറി, നിയമ സെക്രട്ടറി എന്നിവരാണ് മറ്റ് പ്രധാന അംഗങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ സർക്കാരിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള 3 വകുപ്പുകളുടെ സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന സമിതി ആയതിനാൽ തന്നെ കരാർ ലംഘനങ്ങൾ ഇവർക്ക് ലളിതമായി തള്ളിക്കളയാൻ കഴിയില്ല. കൺസെഷൻ കരാറിലെ 5.9, 5.3 വ്യവസ്ഥകൾ പരസ്യമായിട്ട് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ എംപവേർഡ് കമ്മിറ്റി എടുക്കുന്ന നിലപാട് സർക്കാരിനും ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ തുറമുഖത്തിന്റെ നിയന്ത്രണം വിദേശ കമ്പനികൾ കൂടി പങ്കുവെക്കുന്ന രീതിയിലുള്ള ഓഹരി കൈമാറ്റം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും സുരക്ഷയെയും ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. അപ്പോൾ തൂത്തുക്കുടിയിൽ പൂർണ്ണാധികാരമുള്ള ഒരു കമ്പനി വിഴിഞ്ഞത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഓഹരികൾ കൈമാറ്റം ചെയ്യുന്നത് അല്ലെങ്കിൽ കൈക്കലാക്കുന്നത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇവിടെ ഈ അദാനി ഗ്രൂപ്പും MSCയും തമ്മിലുള്ള ഈ ഓഹരി ഇടപാട് അത് റദ്ദാക്കണമെന്നും കരാർ ലംഘനത്തിന് കമ്പനിക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം വിവിധ സംഘടനകളും ഒക്കെ രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വിഴിഞ്ഞത്തിന്റെ പേരിൽ വീണ്ടും ഒരു സാമ്പത്തിക ഭരണഘടനാ പ്രതിസന്ധിക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള എംപവേർഡ് കമ്മിറ്റി കരാർ ലംഘനങ്ങൾ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് നൽകിയാൽ അദാനി ഗ്രൂപ്പിന് ഈ നീക്കത്തിൽ നിന്നും പിന്തിരിയേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി VD സതീശന് കീഴിലെ ഉദ്യോഗസ്ഥ സമിതി ഈ വിഷയത്തിലൊക്കെ സ്വീകരിക്കുന്ന നിയമപരമായുള്ള നിലപാടിലേക്ക് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ കേരളം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ MSCക്ക് വിൽക്കാൻ കഴിയില്ല വിഴിഞ്ഞം തുറമുഖത്തെ എന്ന തിരിച്ചറിവ് അദാനിക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദാനി പിന്മാറുകയാണ് ഇതിൽ നിന്നും. അപ്പോൾ ഇവിടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയപ്പെടുന്ന അദാനിക്ക് തട്ടിപ്പ് നടത്തുന്ന കേന്ദ്രമായിട്ട് മാറുന്നു. അടിമുടി തട്ടിപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തൂത്തുക്കുടിയിൽ പൂർണ്ണാധികാരമുള്ള ഒരു കമ്പനിയാണ് MSC എന്ന് പറയപ്പെടുന്നത്. വിഴിഞ്ഞത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഓഹരികൾ കൈക്കലാക്കുന്നത് MSC എങ്ങനെയാണ് എന്ന് പറയണ്ടേ?
ഈ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനോ അല്ലെങ്കിൽ സഹോദര സ്ഥാപനങ്ങൾക്കോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു തുറമുഖത്തിലും 25% ഓഹരി പങ്കാളിത്തം പാടില്ലെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് MSCക്ക് 49% ഓഹരികൾ വിൽക്കാൻ കഴിയുക? മാത്രമല്ല, തൂത്തുക്കുടി എന്ന് പറയപ്പെടുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 180 കിലോമീറ്ററിനകത്ത് വരുന്ന ഒരിടം മാത്രമാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 250 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു തുറമുഖത്തിലും 25% ഓഹരി പങ്കാളിത്തം പാടില്ല എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ കരാർ ലംഘനമല്ലേ? അപ്പൊ അങ്ങനെയെങ്കിൽ MSCക്ക് വിഴിഞ്ഞം കരാർ അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ ഓഹരി വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അദാനി എന്ന് പറയപ്പെടുന്ന അടിമുടി തട്ടിപ്പിൽ നിന്നും പിന്മാറിപ്പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അദാനിയും എത്തിച്ചേരുന്നു. അതായത് എങ്ങനെയെങ്കിലും ഈ MSCക്ക് കൊടുത്ത ഓഹരികൾ അത് തിരികെ വാങ്ങുക അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ അദാനിക്ക് മുമ്പിലുള്ള ഏക പോംവഴി എന്ന് പറയപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന കൂടും കുടുക്കയൊക്കെ എടുത്ത് തിരികെ പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അടിമുടി തട്ടിപ്പിൽ നിന്നും പിന്മാറേണ്ടി വരും വിഴിഞ്ഞം വിഷയത്തിൽ അദാനിക്ക്.